അപ്പം ചാമ്പങ്ങ തിന്നാലോ? വേണ്ടുന്നവരൊക്കെ പോരെ. നല്ല സുഖമല്ലേ? നിങ്ങളെ കൊതിപ്പിക്കാൻ വേണ്ടിയല്ല കേട്ടോ, എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ തിന്നുന്ന. നമ്മുടെയൊക്കെ ആരോഗ്യത്തിൻ്റെ ഒരു പ്രധാന രഹസ്യം, അല്ലെങ്കിൽ അസുഖം വരാതിരിക്കുന്നതിൻ്റെ ഒരു കാരണം, അല്ലെങ്കിലും വയറൊക്കെ നല്ല ക്ലീനായിട്ട് പോയാൽ തന്നെ 90% അസുഖങ്ങളും ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ തിന്നുവാണെങ്കിലോ നമ്മുടെ വയറ് ക്ലീനാകാനൊക്കെ ഒത്തിരി നല്ലതാണ്. 4 നേരം നല്ല പ്രോസസ്സ് ചെയ്ത് അല്ലെങ്കിൽ വേവിച്ച പാകപ്പെടുത്തിയ ഫുഡ് തിന്നുന്നതിനെക്കാട്ടിലും നല്ലത് എങ്ങനെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നു അതേപോലെ തന്നെ കഴിക്കും. ദഹനം സുഗമമാക്കാനും കുടൽ ക്ലീനാകാനും നന്നായിട്ട് പ്രയാസമൊന്നും കൂടാതെ വയറ്റിൽ പോകാനൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തിന്നുന്നത് എപ്പോഴും നല്ല. ചെറീസും ബെറീസും പോലെ നല്ല വില കൂടിയ ഭക്ഷണങ്ങൾ കഴിക്കണമെന്നില്ല. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഞൊട്ടാഞ്ഞൊടിയനും കാരപ്പഴവും ചാമ്പങ്ങയും പേരയ്ക്കയും ഒക്കെ നമ്മുടെ ആരോഗ്യം പിടിച്ചു നിർത്താൻ സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇടയ്ക്ക് ഇതൊക്കെ കിട്ടുമ്പോൾ, ഇതൊക്കെ ഓരോ സീസണിലും ഓരോന്നല്ലേ ഉള്ളൂ. വേനലായി കഴിഞ്ഞാൽ 2-3 പ്രാവശ്യം ചാമ്പങ്ങ ഉണ്ടാകും. അപ്പോൾ നമുക്ക് അതൊക്കെ കഴിക്കാം. പിന്നെ ചക്കയായി മാങ്ങയായി വേവിക്കാത്ത ഭക്ഷണങ്ങൾ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും കഴിക്കണമെന്നല്ലേ പറയണേ. അപ്പം നമുക്കിനി അടുത്ത ചാമ്പങ്ങ തിന്നിട്ട് വിശേഷം പറയാം അല്ലേ. അടുത്ത് നല്ല നിറച്ച് കായ്കളുമായിട്ടാണ് ഇപ്പോൾ ചാമ്പ നിൽക്കുന്നത് അല്ലേ. റോസ് നിറത്തിൽ, ഇല കാണത്തില്ലാത്ത പോലെ വെള്ളയും റോസും നിറങ്ങളിൽ. അപ്പം ഞാൻ എൻ്റെ ചാമ്പത്തയ്യ ഒന്ന് നോക്കുകയോ ചെയ്ത്. ഒരു വലിയ ചാമ്പ ഉണ്ടായിരുന്നത് ഉണങ്ങിപ്പോയി, ഇതും കായ്ച്ചിട്ടില്ല. അപ്പോൾ എനിക്കിന്ന് 2 ചാമ്പങ്ങ കിട്ടി. ഇതുണ്ടോ, കുരുവില്ലാത്ത. പിന്നെ ചാമ്പങ്ങ തിന്നുമ്പോൾ നോക്കേണ്ട ഒരു കാര്യം ഇതുണ്ടോ, ഉറുമ്പ്, ചിലപ്പോൾ ഈ കുരു അതിന് പകരം പുഴു ഒക്കെ കാണും. അപ്പം നമ്മളൊന്ന് കഴുകുകയോ തുടയ്ക്കുകയോ, അല്ലെങ്കിൽ പുഴുവൊന്നുമില്ല ഉറുമ്പൊന്നും ഇല്ല എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് വേണം തിന്നാൻ. അപ്പം നമുക്കത് കളഞ്ഞിട്ട് അടുത്തത്തെ പിടിക്കാം. അത് കുഴപ്പമില്ല അല്ലേ. ചാമ്പയുടെയൊക്കെ ചുവട്ടിൽ, ചാമ്പ ഇല്ലാത്തവരൊക്കെ നട്ടുപിടിപ്പിക്കണം കേട്ടോ. ചാമ്പയുടെ ചുവട്ടിൽ ഇഷ്ടംപോലെ കുരുവും തൈയും കാണും. ഒരെണ്ണം പറിച്ചു കൊണ്ട് നട്ടാൽ 2 വർഷം കൊണ്ട് കായ്ക്കുകയും ചെയ്യും. ചാമ്പങ്ങ തിന്നിട്ട് വിശേഷം പറയാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ബൈ.